ഇന്ന് വീക്കെൻഡിൽ നടക്കാൻ പോകുന്നുണ്ടല്ലോ തൃശ്ശൂർ പൂരമില്ലേ, തൃശ്ശൂർ പൂരമാണ് ഇന്ന് വീക്കെൻഡിൽ നടക്കാൻ പോകുന്നത്. അടുത്ത പ്രൊമോ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ അനീഷിനെതിരെ ആക്രോശിച്ച് പില്ലോ ഒക്കെ എടുത്ത് എറിഞ്ഞ ആക്ട് ഉണ്ടായിരുന്നല്ലോ മറ്റേ പണിപ്പുര ടാസ്ക് കഴിഞ്ഞ് വന്നതിന് ശേഷം. അന്ന് എനിക്ക് തോന്നുന്നില്ല ഒരാൾക്ക് പോലും വിഷമം തോന്നായിരുന്നില്ല. കാരണം അത്ര അടിപൊളിയായിട്ട് അനീഷ് കളിച്ചു വന്നിട്ട് ജിസൈലിനും ആര്യനും എതിരെ ഒരു വാക്കും ഉണ്ടായിരുന്ന അക്ബർ അനീഷിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും പില്ലോ എടുത്ത് എറിയ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ലാലേട്ടനെ ഓരോന്നായിട്ട് എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡില്. ഇന്ന് പൊളി പൊളിക്കുമെന്ന് പറഞ്ഞാൽ പൊളി പൊളിക്കും. അക്ബറിനെ പിടിച്ച് എണീപ്പിച്ച് നിർത്തുന്നു. അക്ബറിനോട് ചോദിക്കുകയാണ്, അക്ബർ എന്താ പ്രശ്നം, അക്ബറിന്റെ പ്രശ്നം എന്താണ്, അക്ബർ ഇങ്ങനെയാണോ വീട്ടിൽ ബിഹേവ് ചെയ്യുന്നത്, അക്ബർ എന്താണ് ഇത്രത്തോളം ദേഷ്യം കാണിക്കുന്നത്, ഇത്തരത്തിലുള്ള ആക്ടുകളാണോ അനീഷിനെതിരെ എറിഞ്ഞ പില്ലോ എടുത്ത് എറിഞ്ഞ ആക്ട് എങ്ങനെയായിരുന്നു, അതെങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യുന്നത്. അതുപോരാഞ്ഞിട്ട് ഹൗസ് മേറ്റിലുള്ള എല്ലാവരും ഇതേ ബിഹേവ് ചെയ്യാനാണ് എത്തുന്നത്. അക്ബറിനെ മാത്രമല്ല ഞാൻ പൊക്കാൻ പോകുന്നത്, ബാക്കിയുള്ള എല്ലാവരെയും ഞാൻ പൊക്കുന്നുണ്ട് എന്നും പറഞ്ഞ അക്ബറിനെ വരട്ടാന്നൊന്നും അല്ല പറയുന്നത്. ലാലേട്ടൻ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഇങ്ങനെ ലാലേട്ടനെ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കി 6 സീസണിലും കണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അത്രയ്ക്ക് കിടിലുമായിട്ട് ലാലേട്ടൻ ഇന്ന് എത്തുന്നത്. എന്നിട്ട് അപ്പം ഉടനെ അക്ബർ പറയുന്നു, ലാലേട്ട ഞാൻ സോറി പറയുന്നു, ലാലേട്ട സോറി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അക്ബർ പെട്ടെന്ന് കൺഫെഷൻ റൂമിലേക്ക് വരുന്നു പറഞ്ഞ് കൺഫെഷൻ റൂമിലേക്കും അക്ബറിനെ വിളിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡിലാണ്. ഇനി ഇത്തിരി മണിക്കൂർ കൂടെ കാത്തിരിക്കണമെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല. ഓരോ മിനിറ്റ് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ ആര്യനില്ലേ, ആര്യന്റെ മറ്റേ ഇത് പോയി കേട്ടോ, സ്റ്റാർ ബാൻഡ് ഉണ്ടല്ലോ, സ്റ്റാർ ബാൻഡ് പോയി, അതിൽ ആരേട്ടം കൊണ്ടുപോയി. സോ ഇനി ആര്യനും നോർമൽ ഡ്രസ്സും ആര്യനും പ്രത്യേകിച്ച് പ്രിവിലേജസ് ഒന്നും അവിടെ കിട്ടാൻ പോകുന്നില്ല. അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻസി എന്തായാലും ചോദ്യം ചെയ്യുന്നുള്ളതും ഉറപ്പാണ്. സോ ഇന്നത്തെ എപ്പിസോഡ് പൊളിക്കും എന്നുള്ളതിന് 100% ഗ്യാരണ്ടി. അപ്പാടി ശരത്തിനെ മിക്കവാറും തൂക്കും, എന്നുള്ളത് ഉറപ്പാണ്. കാരണം ലാലേട്ടൻ പറഞ്ഞല്ലോ, അക്ബർ മാത്രമല്ല ഈ ദേഷ്യം കാണിക്കുന്നത്. സത്യം പറയാലോ, ആദ്യത്തെ 2 ആഴ്ച ഇവർ ഇതേ രീതിയിൽ ചോദ്യം ചെയ്യാത്തത് എന്തേന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴെങ്കിലും കാരണം ആ മനുഷ്യന്, അനീഷ് എന്ന് പറയുന്ന മനുഷ്യന് ഇത്ര ഉപദ്രവിച്ച 2 കണ്ടസ്റ്റൻസ് വേറെ ഉണ്ടാവത്തില്ല ആ സീസണില്. നമ്മുടെ അക്ബറും അപ്പാണി ശരത്തും, ഇവർ രണ്ടുപേരാണ് പുള്ളിക്കാരനെ പുറകെ നടന്ന് ടോർച്ചർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ 0 റെസ്പെക്റ്റാണ് കൊടുക്കുന്നത്, 0 റെസ്പെക്റ്റ്. നമ്മൾ ഇത് ചെയ്യണമെന്നില്ല, അയാൾ അംഗീകരിക്കണമെന്നില്ല, പക്ഷെ റെസ്പെക്റ്റ് വിട്ട് ബിഹേവ് ചെയ്യാൻ പാടില്ല. എനിവേസ്, എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എക്സൈറ്റ്മെന്റ് ആട്ടോ, എല്ലാം പോയി കിടക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് പറയുകയും വേണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.